ഈ ഒരു ടെൻറ്റിൻ്റെ സ്പേസേ ഉള്ളൂ. ടെൻറ്റിൻ്റെ അത്ര കറക്റ്റ് വലുപ്പമാണ്. ഞാൻ സൈക്കിൾ ഉള്ളിൽ വെച്ചു, അവിടെ ലോക്ക് ചെയ്തു. അവിടെ താഴത്തെ ഒരു ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടി. അങ്ങനെ അവിടെ ലോക്ക് ചെയ്തു. പ്ലാസ്റ്റിക് കവർ എന്തിനാ അറിയോ? ഞാൻ കാണിച്ചു തരാം. ഒരു ഡോഗിൻ്റെ ചിത്രം കണ്ടോ? ഹായ് ബ്രദർ, വാട്ട്സ് യുവർ നെയിം? മാർട്ടിൻ. ഫൈസ് മറിക്കും, എന്നിട്ട് അവർ കൈകൊണ്ട് വാരി വാരി എടുക്കും. ആ പുള്ളി എനിക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. എൻ്റെ പെഡലിൻ്റെ മുകളിൽ നിന്ന് സൗണ്ട് ഉണ്ട്. ഓയിലിട്ടപ്പോൾ പുള്ളി അകത്ത് പോയിട്ട് എനിക്കൊരു ഗിഫ്റ്റ് കൊണ്ടുതന്നു. ഇത് വെച്ചോ, ആവശ്യം വരും, അപ്പം മാറ്റാം. ഇവിടെ കംപ്ലീറ്റ് സെറ്റാക്കിയതിന് ശേഷം ഇവിടെയുള്ള ഒരു ചെക്കൻ വന്ന് എന്നോട് പറഞ്ഞു, ഇവിടെ നിൽക്കണ്ട, ഇവിടെ കള്ളന്മാരുള്ള ഏരിയ ആണ്, തീവ്സ് ഉണ്ട്, സാധനം കളവ് പോകുന്നു പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് വിടുക, ഇവിടെ ശരിയാവില്ല, ഇവിടുന്ന് വിടാം. ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് ഇവിടെ നിൽക്കാൻ എനിക്കൊരു ധൈര്യം പോരാ. കള്ളന്മാരുള്ള ഏരിയ പോലെ ഇവിടെ. ഞാൻ ഇവിടെ ഉള്ളത് ഒരുപാട് ആളെ അറിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ആരും അറിയാതെ എവിടെങ്കിലും ക്യാമ്പ് ചെയ്യണം. ഇനിയിപ്പോൾ എങ്ങോട്ടാ പോവാ? ഇരുടുമായി. ഞാനിപ്പോൾ ഉള്ളത് ചെക്ക് റിപ്പബ്ലിക്കിലാണ്. കേരളത്തിൽ നിന്ന് പുറപ്പെട്ട യാത്ര, എൻ്റെ 21ാമത്തെ രാജ്യമായിട്ടുള്ള ചെക്ക് റിപ്പബ്ലിക്കിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇന്നലെ ഞാൻ ഏകദേശം 110 കിലോമീറ്റർ റൈഡ് ചെയ്തതിനു ശേഷം ഒരു ടെൻ്റ് അടിക്കാനുള്ള ഒരു സ്ഥലം നോക്കി. അപ്പോൾ ഒരു വില്ലേജിൻ്റെ ഉള്ളിലായിരുന്നു ടെൻ്റ് അടിക്കാൻ നോക്കിയത്. അപ്പം ടെൻ്റ് അടിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ അടുത്ത് ഒരു ചെക്കൻ വന്നിട്ട്, ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ട് എനിക്കൊരു മെസ്സേജ് കാണിച്ചു തന്നു. എന്നോട് പറഞ്ഞത്, ഇത് സേഫ് അല്ല, ഇവിടെ വളരെ ഡേഞ്ചറാണ്, ഇവിടെ ടെൻ്റ് അടിക്കുന്നത് സേഫ് അല്ല, നിങ്ങൾ കുറച്ചും കൂടി മുമ്പോട്ട് പോയിട്ട് ടെൻ്റ് അടിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ പറഞ്ഞു ഇവിടെ കുറേ കള്ളന്മാരുള്ള ഏരിയ ആണ്. അങ്ങനെ ഞാൻ അടിച്ച ടെൻ്റൊക്കെ വീണ്ടും പാക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. ഞാനിപ്പോൾ ടെൻ്റ് അടിച്ചിരിക്കുന്ന ഒരു ബസ് സ്റ്റോപ്പിലാണ്. കാരണം നല്ല തണുപ്പുണ്ട്, കൈ കാലൊക്കെ വിറയ്ക്കുന്നു. ഇവിടുത്തെ ഈ ബസ് സ്റ്റോപ്പിലാണ് ടെൻ്റ് അടിച്ചത്. ഇവിടെ അടിക്കാൻ കാരണം ഹൈവേ ആണ്, അപ്പോൾ എപ്പോഴും വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവും. പിന്നെ ഈ ഭാഗത്തൊന്നും ആകെ ഈ ഒരു വീട് മാത്രമേ ഉള്ളൂ, ഈ ചുറ്റുവട്ടത്തൊന്നും വേറെ ഒരു സംഭവമില്ല. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി സേഫായിട്ട് തോന്നിയത് ഈ ഒരു സ്ഥലമാണ്. അപ്പോൾ ഞാനിതാ ഇവിടെ ടെൻ്റ് അടിച്ചു, നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. ഇതാ ഇപ്പോൾ എഴുന്നേറ്റ് പാക്ക് ചെയ്യാൻ പോവാണ്. ആകെ ഈ ബസ് സ്റ്റോപ്പിന് ഈ ഒരു ടെൻറ്റിൻ്റെ സ്പേസേ ഉള്ളൂ. ടെൻറ്റിൻ്റെ അത്ര കറക്റ്റ് വലുപ്പമാണ്. ഞാൻ സൈക്കിൾ ഉള്ളിൽ വെച്ചു, അവിടെ ലോക്ക് ചെയ്തു. അവിടെ താഴത്തെ ഒരു ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടി. അങ്ങനെ അവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതാ പാക്ക് ചെയ്ത് ഇറങ്ങാൻ പോവാ കേട്ടോ. കാരണം ചെക്ക് റിപ്പബ്ലിക് ഈസ് നോട്ട് സേഫ്. എത്രയും പെട്ടെന്ന് ചെക്ക് റിപ്പബ്ലിക് കടക്കണം. ഇന്നും കൂടെ ചെക്ക് റിപ്പബ്ലിക്കിൽ ക്യാമ്പിംഗ് ഉണ്ടാവുള്ളൂ. നാളെ പോളണ്ടിൽ എൻട്രി ചെയ്യണം, നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും. ചെക്ക് ഈസ് നോട്ട് സേഫ്. നല്ലൊരു സൺറൈസ് അതാ. വാവ്, ആകാശത്ത് നോക്ക്, പല വഴിക്ക് പോകുന്നുണ്ട്. ഒന്ന് അങ്ങോട്ട്, ഒന്ന് ഇങ്ങോട്ട്, അത് അങ്ങോട്ട്. ഇതെന്താ കഥ? അത് രണ്ടും കൂട്ടി മുട്ടുമോ? 4 ഒന്നിതാ, 3 മൊത്തം 4 ആകാശത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്ന. 2 ഇല്ല, ഞാൻ 2 കൂട്ടി മുട്ടത്. ഇത് ചെക്ക് റിപ്പബ്ലിക്കിലെ ഏതോ ഒരു വില്ലേജാണ്. വില്ലേജല്ല, ചെറിയൊരു ടൗണാണ്. ഞാൻ പ്രാഗിൽ ടച്ച് ചെയ്യുന്നില്ല. പ്രാഗ് ഇവിടുന്ന് കുറേ ദൂരമുണ്ട്. പ്രാഗ് ടച്ച് ചെയ്യാതെ നേരെ പോളണ്ടിലേക്ക് കയറാനാണ് ഉദ്ദേശിക്കുന്നത്.
റിട്ടയർഡ് ലൈഫ് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ് ഈ യൂറോപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ഉള്ളവർക്ക് നല്ല പെൻഷനൊക്കെ കിട്ടി ഇങ്ങനെ എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ആളുകളവിടെ. നല്ല രസമുള്ള ചെറിയ ചെറിയ വീടുകൾ, പലതും പല കളറിൽ, അതാണ് ഒരു അട്രാക്ഷൻ. ഈ സൈഡിലൊരു കോമൺ കളറാണ്, പക്ഷേ അധികം വില്ലേജ് കാഴ്ചകൾ 2 ദിവസം ചെക്കിലൂടെ റൈഡുള്ളൂ, ഇന്നും നാളെ. ഞാൻ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് എക്സിറ്റ് ആവും, കാരണം എനിക്ക് അത്ര സേഫായിട്ട് തോന്നുന്നില്ല ഈ സ്ഥലം. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ ഇന്നലെ ടെൻ്റ് അടിച്ചപ്പോൾ കിട്ടിയൊരു ഇംപ്രഷനാണ്. ഇവിടെ അത്ര സേഫായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് ചെക്ക് കടന്ന് നേരെ പോളണ്ടിലേക്ക് കയറാൻ പോകുന്നു. നാളെ പോളണ്ട് കയറും. ഇന്നലെ റെസ്റ്റോറൻറ്റോ ഷോപ്പുകളോ ഒന്നും ഇല്ലാത്തത് കാരണം എനിക്ക് എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു സാധനവും ഇല്ല. കയ്യിലുള്ള വെള്ളമൊക്കെ തീർന്ന് പണിയായിരിക്കുക. ഒരു ചെറിയൊരു വില്ലേജാണ്. ഇവിടെ കുടിക്കാനുള്ള വെള്ളം പബ്ലിക് ടാപ്പ് ഉണ്ട്, കുടിക്കാൻ പറ്റും വെള്ളം. അപ്പോൾ അത് കുടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നിർത്തിയതാ. 2 ബോട്ടിലുണ്ടായിരുന്നു, ബോട്ടിലൊക്കെ ഫില്ല് ചെയ്തു. ചെറിയൊരു പാർക്ക് ഇവിടെ. ആപ്പിൾ കാണുന്നുണ്ട്, നല്ല അടിപൊളി ആപ്പിളാണ്. നിലത്തിങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒന്ന് പറിച്ച് കഴിച്ച്, ഒന്നും കൂടി കഴിച്ചാലോ. നല്ല അടിപൊളി ആപ്പിൾ, ഫ്രഷ് ആപ്പിൾ. ഇത് പബ്ലിക് പ്ലേസ് ആണ്, കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. വലിപ്പം കുറവാണ്, വലുത് നോക്കി എടുക്കണം. ഇതാണ് ഉള്ളതിൽ വെച്ച് വലുത്. ഇപ്പോൾ ഇതാണ്. എങ്ങനെ ചെറുതാ, ഇത് തന്നെ എടുക്കാം. ഇത് കുറച്ചും കൂടി വലുതായാലും അടിപൊളിയായി. ഇതിപ്പോൾ ചെറിയൊരു ഉണ്ട്, പക്ഷെ വേറെ നിവൃത്തിയില്ല, എനിക്ക് ഒന്നും കഴിക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ കഴിച്ച് വിശപ്പടക്കാണ്. അവിടുന്ന് ഒരു അമ്മാമ്മ നോക്കുന്നു ഞാനെന്താ ചെയ്യുന്നത്. ഇങ്ങനെ ആപ്പിളൊക്കെ കഴിച്ചു, വെള്ളം എടുത്തു. ഞാനിവിടെ ഒരു സംഭവം കണ്ടു, അതെന്താണെന്നറിയോ? ഇവിടെ ഒരു വേസ്റ്റ് ബിൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ വേസ്റ്റ് ബിന്നിന് ഇത്ര സംഭവം എന്താന്ന്. വേസ്റ്റ് ബിൻ അല്ല താരം. ഇവിടെ ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ടോ? ഈ പ്ലാസ്റ്റിക് കവർ എന്തിനാ അറിയോ? ഞാൻ കാണിച്ചു തരാം. ഒരു ഡോഗിൻ്റെ ചിത്രം കണ്ടോ? ഇവിടെ ഉള്ളവരൊക്കെ നായ്ക്കളെ രാവിലെ നടത്താൻ കൊണ്ടുപോകും, എന്നിട്ട് അവരുടെ 1ഉം 2ഉം ഒക്കെ പുറത്തുനിന്നാണ് നടത്തുക. അപ്പം 2 നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ കവറിൽ ശേഖരിച്ചിട്ട് ഈ വേസ്റ്റ് കൊണ്ടിടും. മനസ്സിലായോ? മനസ്സിലായെങ്കിൽ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അവരുടെ അപ്പി ഇട്ട് കഴിഞ്ഞാൽ അത് കളക്ട് ചെയ്തിട്ട് ഈ കവർ ഉപയോഗിച്ചിട്ട് അവരെന്നെ കോരും. അതിൻ്റെ ഓണേഴ്സ് അത് കൈകൊണ്ട് എടുത്ത് കവറിൽ എടുത്തിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റ് കൊണ്ടിടും, ഈ ഡസ്റ്റ്ബിന്നിൽ കൊണ്ടിടും. അതിന് വേണ്ടിയിട്ടാണ് ഇത്. ഓക്കെ, അല്ല പണി കിട്ടിയല്ലോ. ഇവിടെ യൂറോ എടുക്കൂല. എവിടുന്ന ഇപ്പോൾ കറൻസി ചേഞ്ച് ചെയ്യാം? ഏതെങ്കിലും സമയമായിട്ടില്ല, കറൻസി ചേഞ്ച് ചെയ്യണം. എൻ്റെ കയ്യിൽ യൂറോ മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ചെക്കിലെ മണി മാത്രമേ, എന്താ പറയുക, ചെക്കിലെ പൈസ മാത്രമേ ഇവിടെ എടുക്കുകയുള്ളൂ. ഒന്നും വാങ്ങിക്കാൻ കഴിയില്ല, കുറച്ച് ചെയ്യട്ടെ, കുറച്ചും കൂടി പോയിട്ട് നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാം. ഇവിടുത്തെ കൂപ്പിലാണുള്ളത്, COOP, കോപ്പ്, കൂപ്പ്, എന്താ വിളിക്കാന്നറിയില്ല. പൊട്രാവിനി ജെഡ്നോട്ട മിക്കുളോ.
ആർക്കറിയാം എന്താ ഉദ്ദേശിച്ചത്. കാണുന്ന സ്ഥലമാണ് ബെർണോ. ഞാൻ ബെർണോ ടച്ച് ചെയ്യാതെ പോകാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഷോർട്ട് എടുത്തായിരുന്നു. നോക്കുമ്പോൾ കുന്ന് കയറി. അതായിരുന്നെങ്കിൽ കുറച്ച് ഫ്ലാറ്റായിരുന്നു, സിറ്റിയും കയറായിരുന്നു. പക്ഷെ ഞാൻ എടുത്ത വഴി തെറ്റിപ്പോയി. നല്ല ക്ലൈമ്പാണ്. അപ്പം ഒരു കുന്നിൻ്റെ മുകളിലാണ് ഉള്ളത്. ഇവിടെ ഒരു ഇതൊക്കെ കാണുന്നുണ്ട്, ഒരു സ്തൂപം. പിന്നെ ഇവിടെ ലാസ്റ്റ് ബസ് സ്റ്റോപ്പാണ്. 2-3 ബസ്സൊക്കെ ആൾട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ടേക്കുള്ള ബസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പാണത്. എനിക്ക് തോന്നുന്നത് എന്തോ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണെന്ന് തോന്നുന്നു. അല്ലാതെ ഈ കാട്ടുമുക്കിലേക്ക് ബസ്സിൻ്റെ ആവശ്യമൊന്നുമില്ല, വീടൊന്നുമില്ല. ഇനി ഇറക്കായാൽ മതിയാണ്, കുറേ കയറി. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. കറൻസി ഇല്ലാത്തത് കാരണം ഇത് വെള്ളം ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇന്നത്തെ ദിവസം തള്ളി നിൽക്കണം. ഞാനിപ്പോൾ അതാ ഒരു വില്ലേജിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വില്ലേജിൽ ഇവിടെ പൊട്ടറ്റോ കൃഷി നടത്തിയിട്ട് അത് എന്താ പറയുക, അതിൻ്റെ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും പൊട്ടറ്റോ മണ്ണിൽ ഇങ്ങനെ വാരി എടുക്കുന്നുണ്ട്. പൊട്ടറ്റോ നല്ല ഫ്രഷ് പൊട്ടറ്റോ ആണ്. ഒരു ട്രാക്ടർ ഉപയോഗിച്ച് ഇങ്ങനെ കിളച്ച് മറിക്കും, എന്നിട്ട് അവർ കൈകൊണ്ട് വാരി എടുക്കും. ആ അടിപൊളി. സൂപ്പർ. ഇങ്ങനെയാണ് പൊട്ടറ്റോ വിളവെടുക്കുക. ഇവിടെ 1, 2, 3, 4, 5 പേരാണ് ഇവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ മക്കളൊക്കെ ആയിരിക്കാം. വൈഫ്, പുള്ളിയുടെ ഇവരൊന്നും പുറത്തുനിന്ന് ആരെയും വിളിക്കുകയൊന്നുമില്ല. ഇവരെ സ്വന്തമായിട്ട് തന്നെ കൃഷിയും കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് തന്നെയാണ്. പുറത്തുനിന്ന് ആരെയും വിളിക്കുന്ന പരിപാടിയൊന്നുമില്ല. എന്തായാലും സംഭവം പൊളിയായിട്ടുണ്ട്. Hi brother, what's your name? Martin. Yours? Faiz. Faiz? Yeah. Nice to meet Nice to meet you. you too. So how long are you on the way? 1 year. 1 year? Yeah. Really? This is my 21st country. It's cool. Okay. Okay, see you. Yeah, Bye. see you. Bye. Thank Bye. you. Take care. Okay. അപ്പോൾ നമുക്ക് പോവാം. ഇവരെ വിളവെടുപ്പ് നടത്തട്ടെ. ഇതെനിക്ക് കഴിക്കാൻ പറ്റില്ല. കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ 2 എടുത്ത് കഴിക്കായിരുന്നു. ഇത് പച്ച തിന്നാൻ പറ്റാത്തതുകൊണ്ട്. ഓക്കെ, ബൈ ബൈ. Okay, bye. Bye-bye. Just noticed. ഇവിടെ ട്രെയിൻ ഇപ്പോൾ വരും. അതിന് മുമ്പുള്ള അലാമാണിത്. ഇപ്പോൾ ഗേറ്റ് അടയും. യെസ്, അത് ഗേറ്റ് അടയുന്ന. ഇത്രേ ഉള്ളൂ. സിമ്പിളാണ്. നല്ല കളർഫുൾ ട്രെയിനാണല്ലോ. യെല്ലോ, സാധാരണ റെഡ് അങ്ങനെ ഏതെങ്കിലുമൊക്കെ കളറ്. യെല്ലോ, വെരി നൈസ്.
ഒച്ചയും വിളിയൊന്നുമില്ല, പെട്ടെന്ന് അങ്ങോട്ട് പോയി, പരിപാടി കഴിഞ്ഞു. ഒരു മിനിറ്റ് ഇവിടെ ഗേറ്റ് അടക്കേണ്ടി വന്നില്ല, എല്ലാം വളരെ ഫാസ്റ്റ് ആയിരുന്നു. ഞാനിപ്പോൾ ഉള്ളത് ഒരു സൈക്കിൾ ഷോപ്പിലാണ്. പോകുന്ന വഴിക്ക് കണ്ട ഒരു സൈക്കിൾ ഷോപ്പാണ്. എൻ്റെ പെഡലിൻ്റെ മുകളിൽ ടക്ക് ടക്ക് എന്നാണ് സൗണ്ട്. അപ്പോൾ അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അറിയില്ല സൗണ്ട് ഇനി ഉണ്ടാവുമോ എന്നുള്ളത്. കറൻസി എക്സ്ചേഞ്ച് ഇവിടുന്ന് ഒരു 10-14 കിലോമീറ്റർ പോയാലേ ഉള്ളൂ. അപ്പോഴേ എനിക്ക് എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റുള്ളൂ. യുവർ നെയിം? Peter. Peter. Your shop, this one? Yes, this is my shop. Oh, nice shop. Which brands? Bianchi then? Yes. Any other brand? And cotton. Okay. Bungi bungi. This? പുള്ളി എനിക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. എൻ്റെ പെഡലിൻ്റെ മുകളിൽ നിന്ന് സൗണ്ട് ഉണ്ട്, ഓയിലിട്ടപ്പോൾ പുള്ളി അകത്ത് പോയിട്ട് എനിക്കൊരു ഗിഫ്റ്റ് കൊണ്ടുതന്നു. ഇത് വെച്ചോ, ആവശ്യം വരും, അപ്പം മാറ്റാം. ഓക്കെ, താങ്ക്സ് എ ലോട്ട് ഫോർ യുവർ ഗിഫ്റ്റ്, ഇറ്റ്സ് വെരി നൈസ്. ഭാഗ്യം, ആ സൂപ്പർ മാർക്കറ്റിൽ യൂറോ എടുത്തു. കുറച്ചധികം കൺവേർഷനിൽ കുറച്ചധികം ചാർജ് പോകും, എന്നാലും കുഴപ്പമില്ല. രാവിലെ മുതൽ ഇന്നലെ രാത്രി മുതൽ പട്ടിണിയാണ്, ഒന്നും കഴിച്ചിട്ടില്ല. തൽക്കാലം ജ്യൂസും കേക്കും ബ്രെഡും ജാമും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി സെറ്റായി. 2 ദിവസം ഫുഡില്ലെങ്കിലും കഴിക്കാനുള്ളത് കയ്യിലുണ്ട്. ഒരു അടിപൊളി. ചെറിയ സിറ്റികൾ വരെ എത്ര രസമുണ്ടെങ്കിലും മിക്കവാറും പ്രാഗൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. പ്രാഗ് പല ആളുകളും പറഞ്ഞിട്ടുണ്ട് പ്രാഗ് ബ്യൂട്ടിഫുൾ ആണെന്ന്. പക്ഷേ ഞാൻ പ്രാഗിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് തൽക്കാലം ചെക്കിലെ ഈ ചെറിയ ടൗണുകളൊക്കെ കണ്ടിട്ട് സന്തോഷമടയാം. കഫേ മോയോ. ഇവര് ബൈക്കേഴ്സാണല്ലോ. ഞാനൊരു ബൈക്കറെ കണ്ടിട്ട് ചെന്ന് നോക്കിയതാണ്. നോക്കുമ്പോൾ പോലീസാണ്. പോൾസ്ക എന്നാ പറയാ ഇവിടെ പോലീസിന്. പുള്ളിയുടെ മുമ്പിലെത്തിയപ്പോഴാണ് ഞാൻ പിന്നെ ഇത് കണ്ടത്. അപ്പോൾ പിന്നെ പരിചയപ്പെടാതിരിക്കാൻ അപ്പം ഞാൻ ചോദിച്ച്, പുള്ളി നല്ല ഫ്രണ്ട്ലിയാണ്, ഫോട്ടോ ഒക്കെ എടുത്ത്. നല്ല രസമുള്ള സ്ഥലം അല്ലേ, നല്ല നീറ്റ്, അധികം ആളുകളില്ല. അങ്ങനെ പ്രശ്നമുണ്ട്, എവിടെ ആളുകളെ കാണാനില്ല. നല്ല ഹൽവ കൃഷ്ണം പോലത്തെ വീടുകൾ. എനിക്ക് ഭയങ്കര കളർ സെൻസ് ആണ്. നല്ല കോമ്പിനേഷനിലാണ് അവർ പെയിൻ്റ് അടിക്കുന്നത്. ഓടും